നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഈ അടുത്ത കാലത്തായി പാകിസ്ഥാനിൽ ഇടയ്ക്കിടെ അജ്ഞാതൻ ഇറങ്ങാറുണ്ട്. അജ്ഞാതന്റെ വെടിയുണ്ടയ്ക്ക് ഇരയാവാറുള്ളതാകട്ടെ ഇന്ത്യ വിരുദ്ധർ മാത്രമാണ്. ഇത് തികച്ചും യാദൃശ്ചികമാണ് എന്നാണ് ഇന്ത്യ പറയുന്നത്. ഇന്ത്യ തിരയുന്ന കൊടും കുറ്റവാളികളായ ഭീകരർ പാകിസ്ഥാനിൽ വെച്ച് അജ്ഞാതരാൽ കൊല്ലപ്പെടുന്ന കാഴ്ച കഴിഞ്ഞ 2-3 വർഷമായി സ്ഥിരമായിട്ടുണ്ട്. ഇപ്പോൾ ലഷ്കർ ഇ തൈബ സ്ഥാപക അംഗമായ ഭീകരൻ ആമീർ ഹംസയാണ് വെടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലുള്ളത്. പാകിസ്ഥാനിലെ ലാഹോറിൽ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ഓഫീസിന് പുറത്തുവച്ചാണ് ആമീറിനെ വെടിയേറ്റത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും നില അതീവ ഗുരുതരമായി തുടരുകയാണ് ഇപ്പോഴും. ആക്രമണത്തിന് പിന്നിൽ ആരാണ് എന്ന കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല. ആമീർ ഹംസയെ വെടിവെച്ചയാളെ കണ്ടെത്താനുള്ള അന്വേഷണം തുടരുകയാണെന്ന് ലാഹോർ പോലീസ് പറഞ്ഞു. ഹംദർദ് ചൌക്കിൽ തെഹ്രീക്ക് ഇ ഹുർമത്ത് ഇ റസൂൽ പാകിസ്ഥാൻ ചെയർമാന്റെ വാഹനത്തിന് നേരെ അജ്ഞാതർ വെടിയുതിർത്ത സംഭവത്തിൽ പോലീസ് നടപടി സ്വീകരിച്ചു എന്ന് ലാഹോർ പോലീസ് ഉദ്യോഗസ്ഥൻ പ്രസ്താവനയിൽ അറിയിച്ചു. പ്രദേശത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 1 വർഷത്തിനുള്ളിൽ ഇത് 2ാം തവണയാണ് ഇയാൾ ആക്രമിക്കപ്പെടുന്നത്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ ലാഹോറിലെ വസതിക്ക് പുറത്ത് അജ്ഞാതർ വെടിയുതിർത്തിരുന്നു. അന്ന് പരിക്കേറ്റുവെങ്കിലും രക്ഷപ്പെട്ടു. പിന്നീട് പാകിസ്ഥാൻ അധികൃതർ അയാളുടെ സുരക്ഷ വർദ്ധിപ്പിച്ചു. എന്നാൽ നിലവിലെ സംഭവത്തിൽ അധികൃതർ പ്രതികരിച്ചിട്ടൊന്നുമില്ല. 1959 മെയ് 10-ന് പഞ്ചാബ് പ്രവിശ്യയിലെ ഗുജ്റൻവാലയിൽ ജനിച്ച ഹംസ 1985-നും 1986-നും ഇടയിൽ തീവ്രവാദി ഹാഫിസ് സയ്യിദിനോടൊപ്പം ഭീകര സംഘടനയായ LETയുടെ സ്ഥാപകനും 2005-ൽ ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നടന്ന ഭീകരാക്രമണം ആസൂത്രണം ചെയ്യാൻ സഹായിച്ചതായി കരുതപ്പെടുന്നയാളുമാണ്. കാശ്മീരിന് പുറത്തുള്ള ആദ്യത്തെ പ്രധാന LET ആക്രമണങ്ങളിലൊന്നായിരുന്നു ബംഗളൂരുവിൽ നടന്നത്. സയ്യിദിന് ശേഷമുള്ള 2ാമത്തെ പ്രധാന ലഷ്കർ ഇ തൊയ്ബ നേതാവായി കണക്കാക്കപ്പെടുന്ന ഹംസ വർഷങ്ങളായി ഭീകര ഗ്രൂപ്പിൽ നിരവധി പ്രധാന സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. പ്രചാരണ വിഭാഗത്തെയും പൊതുജന സമ്പർക്ക ക്യാമ്പയിനുകളെയും രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ട്രഷറി വകുപ്പ് ഹംസയെ ഭീകരവാദികളുടെ പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലടക്കം നടന്ന ഒട്ടേറെ ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ ആമീർ ഹംസയായിരുന്നു എന്ന് ഉറപ്പായിട്ടുണ്ട്. ലഷ്കർ ഇ തൈബയുടെ 2ാമത്തെ പ്രധാന നേതാവായാണ് അമീറിനെ കണക്കാക്കുന്നത്. US ഇയാളെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. 1959-ൽ ജനിച്ച ഹംസ അഫ്ഗാൻ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. തുടർന്നാണ് ലഷ്കർ എക്ക് രൂപം നൽകുന്നത്. എന്നാൽ 2018-ൽ ഇയാൾ ലഷ്കർ എയുമായി അകന്നിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഈ സംഘം പാകിസ്ഥാനിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോഴും എന്നും ലഷ്കറുമായി ഹംസ ഇപ്പോഴും അടുത്ത ബന്ധം പുലർത്തുന്നുണ്ടെന്നും ജെയ്ഷ് ഇ മാൻഖാഫ എന്ന പേരിൽ ഒരു ഗ്രൂപ്പ് ആരംഭിച്ചിട്ടുണ്ട് എന്നുമാണ് കരുതപ്പെടുന്നത്. ഇന്ത്യയിൽ നടന്ന വിവിധ ആക്രമണങ്ങൾ ഉൾപ്പെടെ നിരവധി തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ഇയാൾക്ക് ബന്ധമുണ്ട്. അഫ്ഗാൻ മുജാഹിദ്ദീൻ സംഘത്തിലെ പഴയകാല അംഗമാണ് അമീർ ഹംസ. പ്രകോപനപരമായ പ്രസംഗങ്ങൾക്കും എഴുത്തുകൾക്കും കുപ്രസിദ്ധി നേടിയ ഇയാൾ ലഷ്കർ ഇ തൊയ്ബയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ മജല്ലത്തുൽ ദാവയുടെ എഡിറ്ററായിരുന്നു. 2022-ൽ പുറത്തിറങ്ങിയ ഖാഫില ദവത്ത് ഔർ ഷഹാദത്ത് ഉൾപ്പെടെ നിരവധി പുസ്തകങ്ങളും ഇയാൾ രചിച്ചിട്ടുണ്ട്. അമേരിക്കൻ ട്രഷറി ഡിപ്പാർട്ട്മെന്റ് ലഷ്കർ ഇ തൊയ്ബയെ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു. അമീർ ഹംസയെ ഉപരോധം ഏർപ്പെടുത്തിയ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ലഷ്കർ ഇ തൊയ്ബയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിരുന്ന ഇയാൾ സംഘടനയുടെ ഫണ്ട് ശേഖരണം, റിക്രൂട്ട്മെന്റ്, തടവിലാക്കപ്പെട്ട തീവ്രവാദികളെ മോചിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ എന്നിവയിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നതായാണ് കരുതപ്പെടുന്നത്. ഹംസ ലഷ്കർ ഇ തൊയ്ബയുടെ കേന്ദ്ര ഉപദേശക സമിതിയുടെ ഭാഗമാണെന്നും സയ്യിദിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഗ്രൂപ്പിന്റെ ബാഹ്യബന്ധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. 2010 വരെ ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധപ്പെട്ട ചാരിറ്റബിൾ ഓർഗനൈസേഷനിലും സയ്യിദ് മേൽനോട്ടം വഹിക്കുന്ന ഒരു ലഷ്കർ ഇ തൊയ്ബ സർവകലാശാല ട്രസ്റ്റിലും ഉന്നത സ്ഥാനം വഹിച്ചു. 2010-ൽ തടവിലാക്കപ്പെട്ട ലഷ്കർ ഇ തൊയ്ബ അംഗങ്ങളെ മോചിപ്പിക്കുന്നതിനായി ചർച്ച നടത്തിയ 3 മുതിർന്ന തീവ്രവാദികളിൽ ഹംസയും ഉൾപ്പെട്ടിരുന്നു. ലാഹോറിൽ ആമീർ ഹംസ വെടിയേറ്റു വീണതോടെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പാകിസ്ഥാനിലുടനീളം അജ്ഞാത തോക്കുധാരികളാൽ വധിക്കപ്പെടുന്ന ഇന്ത്യ തിരയുന്ന ഭീകരരുടെ പട്ടിക നീളുകയാണ്. 1980-കളിൽ ഹാഫിസ് സയ്യിദിനോടൊപ്പം ലഷ്കർ കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ആമീർ ഹംസ ലാഹോറിൽ വെച്ചാണ് ആക്രമിക്കപ്പെട്ടത്. കഴിഞ്ഞ 3-4 വർഷത്തിനിടെ ലഷ്കർ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ തുടങ്ങിയ സംഘടനകളിലെ 10-ലധികം കമാൻഡർമാരാണ് പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലും വെച്ച് കൊല്ലപ്പെട്ടത്.
മുഹമ്മദ് താഹിർ അൻവർ എന്നയാളാണ് അജ്ഞാതനാൽ കൊല്ലപ്പെട്ട ഒരു ഭീകരൻ. ആമിർ ഹംസയ്ക്ക് തൊട്ടു പിന്നാലെ ജെയ്ഷെ തലവൻ മസൂദ് അസറിന്റെ സഹോദരൻ താഹിർ അൻവറിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. സിയാവുർ റഹ്മാൻ അബൂ ഖത്തൽ എന്നും പറയും. 2024 ജൂണിൽ നടന്ന റിയാസി ബസ് ആക്രമണത്തിന്റെ സൂത്രധാരനെന്ന് കരുതപ്പെടുന്ന ഇയാളെ 2024 മാർച്ചിൽ അജ്ഞാതർ വെടിവെച്ചു കൊന്നിരുന്നു. പിന്നെ പരമജിത് സിംഗ് പഞ്ച്വർ എന്ന ഭീകരൻ ഖലിസ്ഥാൻ കമാൻഡോ ഫോഴ്സ് തലവനായ ഇയാളെ ലാഹോറിൽ പ്രഭാത സവാരിക്കിടെയാണ് അജ്ഞാതർ വെടിവെച്ചത്. പാക് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കാവലായിരുന്നിട്ട് പോലും ഇയാൾ കൊല്ലപ്പെട്ടിരുന്നു. ഷാഹിദ് ലത്തീഫാണ് മറ്റൊരാൾ. 2016 പത്താൻകോട്ട് വ്യോമസേനാ താവളം ആക്രമണത്തിന്റെ സൂത്രധാരനായിരുന്നു ഷാഹിദ്. 2023 ഒക്ടോബറിൽ സിയാൽകോട്ടിലെ ഒരു പള്ളിക്കുള്ളിൽ വെച്ചാണ് ഇയാൾ കൊല്ലപ്പെട്ടത്. അക്രം ഖാൻ ഖാസി എന്ന ഭീകരനും കൊല്ലപ്പെട്ടത് അജ്ഞാതരാൽ തന്നെയാണ്. ലഷ്കർ റിക്രൂട്ട്മെന്റ് തലവനായിരുന്ന ഇയാളെ ഖൈബർ പഖ്തൂൺഖോയിൽ ബൈക്കിലെത്തിയ സംഘമാണ് വെടിവെച്ചു കൊന്നത്. സഹൂർ മിസ്ത്രിയാണ് അടുത്തയാൾ. 1999 ഇന്ത്യൻ എയർലൈൻസ് വിമാനം റാഞ്ചിയ ഭീകരിൽ ഉൾപ്പെട്ട ആളായിരുന്നു സഹൂർ മിസ്ത്രി എന്ന് പറയുന്ന ഭീകരൻ. 2022 മാർച്ചിൽ കറാച്ചിയിൽ വെച്ച് കൊല്ലപ്പെട്ടു. വിമാനത്തിലെ യാത്രക്കാരനായിരുന്ന രൂപൻ കത്യാലിനെ കുത്തിക്കൊന്നത് മിസ്ത്രിയായിരുന്നു. ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ പാകിസ്ഥാനിലെ ഭീകര ശൃംഖലകൾക്കുള്ളിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം ഇന്ത്യ തെരയുന്ന അല്ലെങ്കിൽ ഇന്ത്യ നോട്ടമിട്ട ഭീകരരെ അജ്ഞാതൻ കൊല്ലുന്നത് പൊതുവെ ഒരു പരിഭ്രാന്തി തന്നെയാണ് ഭീകരർക്കിടയിൽ വളർത്തിയിട്ടുള്ളത്. ആഭ്യന്തര കലഹങ്ങളാണോ അതോ പുറത്തു നിന്നുള്ള ഇടപെടലുകളാണോ ഇതിന് പിന്നിലെന്ന് പാക് അധികൃതർ അന്വേഷിച്ചു വരികയാണ്. പക്ഷേ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.